കാര്യം നമ്മൾ നിൽക്കുന്ന തൊഴിലിടത്ത് നിന്നുകൊണ്ട് അവിടെ തന്നെയുള്ള ആളുകൾക്ക് എഗെയിൻസ്റ്റ് കംപ്ലൈൻറ്റ് കൊടുക്കുക, അതിന് എഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷെ എന്നാലും എൻ്റെയും എന്നെ പോലുള്ള മറ്റ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ നിലനിൽപ്പിനൊക്കെ വേണ്ടി കൂടിയാണ് ഞാൻ ഈ കംപ്ലൈൻ്റായിട്ട് മുന്നോട്ട് പോകുന്നത്. കാര്യം കുറച്ച് പേരുടെ കൈകളിൽ മാത്രമായി സിനിമ ഒതുങ്ങുകയും അവർ ഇൻഡസ്ട്രി ഭരിക്കുകയും മറ്റുള്ളവരെല്ലാം സ്ലേവ്സ് ആയിട്ട് കാണുകയും ചെയ്യുന്നത് ശരിയായ രീതിയല്ല. അപ്പം അതിനോട് ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ ഞാൻ പ്രതികരിച്ചതാണ്. അതുമായി ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഈ നടി ഹണി റോസ് പരാതി കൊടുത്തപ്പോൾ പിന്തുണച്ച അതേ സംഘടന തന്നെയാണ് നിലവിൽ ഭീഷണിപ്പെടുത്തിയത്. അതേ തലപ്പത്തിരിക്കുന്ന ആളുകൾ തന്നെയാണ്. തികച്ചും അതൊരു വിരോധാഭാസമായിരുന്നു. തീർച്ചയായിട്ടും വിരോധാഭാസമാണ്. ആ കാര്യത്തിൽ അവർ പ്രതികരിച്ചതിൽ സന്തോഷമുണ്ട്. പക്ഷേ എല്ലാ കാര്യത്തിലും അവർ ഇതുപോലെ തന്നെ നിൽക്കണം എന്നുള്ളതാണ്. ഇപ്പം ഹണി റോസിന് ഒരു പ്രശ്നം ഉണ്ടായേക്കുന്നത് ഇൻഡസ്ട്രിയുടെ പുറത്തു നിന്നുള്ളൊരു വ്യക്തിയിൽ നിന്നായതുകൊണ്ട് ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇത്രയും ഒരു ബഹളം ഉണ്ടാക്കി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എല്ലാത്തിലേക്കും എത്തി വലിയൊരു ന്യൂസും ബഹളവും ഒക്കെ ഉണ്ടാക്കി. പക്ഷെ അതിൽ കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിച്ചേക്കുന്ന സ്ത്രീകൾ അവരെല്ലാവരും മുന്നോട്ട് വന്ന് ഇപ്പം എൻ്റെ അനുഭവം വളരെ സിമിലർ ആണല്ലോ. അവർ കൂട്ടം കൂടിയിരുന്ന് പരിഹസിക്കും, ഒരു മീറ്റിങ്ങിലേക്ക് വിളിച്ചു വരുത്തി അപമാനിച്ച് എല്ലാവരും പരിഹസിച്ച് വിട്ട ഒരവസ്ഥയാണ് എൻ്റെയും. അപ്പം രണ്ട് നീതിയാണ് ഇവിടെ നടപ്പാക്കപ്പെട്ടത്. അപ്പം അതിൽ വിഷമമുണ്ട്. പക്ഷെ എന്നാൽ പോലും എനിക്ക് അവരോട് പറയാനുള്ളത്, ഇപ്പം സർക്കാരിൽ കൂടുതൽ സ്വാധീനമുള്ള ആളുകൾക്ക് ഒരു നീതിയും അല്ലാത്തവർക്ക് വേറൊരു നീതിയുമായിട്ട് മാറാതെ എല്ലാവരെയും നമ്മളെല്ലാവരും ഒരുപോലെ ജോലിയെടുക്കുന്നവരാണ്, എല്ലാവരും ഒരുപോലെ ഒരേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. അപ്പോൾ അത് മനസ്സിലാക്കി സർക്കാരും കൂടെ നിൽക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ കോടതിയുടെ ഇടപെടലിലാണ് ഇപ്പോൾ എൻ്റെ കേസ് എടുത്തിരിക്കുന്നത്. കാര്യം പൊതുജനത്തിന് അറിയാലോ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഒരു മോശം അനുഭവം ഉണ്ടായി, അതിൻ്റെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. ആ കംപ്ലൈൻറ്റ് കൊടുത്തതിൻ്റെ പേരിൽ എന്നെ പുറത്താക്കി. അത് കോടതി ഇടപെട്ട് സ്റ്റേ ചെയ്തു. ഈ പുറത്താക്കി എന്നുള്ളതൊരു വലിയ ന്യൂസ് ആവുകയും സ്റ്റേ ചെയ്തു എന്നുള്ളത് ആരും അറിയാതെ പോവുകയും ചെയ്തു. അപ്പോൾ എനിക്കുണ്ടാവുന്ന ഒരു ഡാമേജ് എന്ന് പറയുന്നത്, ഞാനൊരു പ്രൊഡ്യൂസറാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ സിനിമകളും ഞാൻ എൻ്റെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇട്ട് ചെയ്യുന്നതൊന്നുമല്ല. അപ്പം നമുക്ക് ഇൻവെസ്റ്റേഴ്സ് വരണം. നമ്മുടെ സിനിമയിലെ റെപ്യൂട്ടേഷനും നമ്മുടെ ഗുഡ് വില്ലിനെയും ഒക്കെ ഇത് ബാധിക്കുകയാണ്. അപ്പോൾ അത് എൻ്റെ ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പിനെയും എൻ്റെ ഭാവി എൻ്റെ വർക്കിനെയും എല്ലാം ബാധിച്ചത് കൊണ്ടാണ് എനിക്ക് തിരിച്ച് ഫൈറ്റ് ചെയ്യാതെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ ഇങ്ങനെയുള്ള സിനിമാ മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ അത് പറയുക, അതിനൊരു നടപടി ഉണ്ടാവുക, ആ രീതിയിൽ കൊണ്ടുവരുന്നു. അതിലേക്ക് മൊഴി നൽകി, അതായത് ആ ഒരു തൻ്റെ പ്രശ്നം പറഞ്ഞു എന്നുള്ള ഒരു കാരണത്താൽ ഈ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ തന്നെ അതിനെ വേറൊരു രീതിയിലാക്കി ഈ സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തുന്ന ഒരു രീതിയിലേക്ക് വരുന്നു. അത് ശരിക്കും ആ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടതല്ലോ, അങ്ങനെയല്ലല്ലോ വേണ്ടത്. ഇപ്പം സ്ത്രീകളുടെ വിഷയങ്ങളിൽ നമ്മുടെ സർക്കാർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇൻഡസ്ട്രിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുമെന്ന് സ്വാഭാവികമായിട്ടും സാധാരണക്കാരും സിനിമയിലുള്ളവരും പ്രതീക്ഷിച്ചിരുന്നു മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ളത്. മാറ്റം സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഇതുവരെ ഉണ്ടായിരുന്നൊരു ഭയം അതില്ലാണ്ടായി എന്നുള്ളതാണ്. ഇത്രയ്ക്ക് ഇവിടെ സംഭവിക്കാനുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം നമ്മളെപ്പോലുള്ളവരൊക്കെ ഇരുന്ന് സംസാരിക്കുക, പറയുക എന്നുള്ളതല്ലാതെ ഇതിനൊന്നും ആക്ഷൻ ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഫെഫ്കയിലുള്ള സ്ത്രീകളും അവരൊക്കെ നിരാഹാരം കിടക്കാൻ ആലോചിക്കുന്നു, അവരൊക്കെ മന്ത്രിമാരെ പോയി കാണുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു മറുപടി കത്ത് പോലും അവർക്ക് തിരിച്ചു കിട്ടുന്നില്ല. അതൊന്നും അവർക്കൊക്കെ ഫേസ് വാല്യൂ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ വേറെ ചിലർ കൊടുക്കുന്ന കംപ്ലൈന്റിന് വൻ ആക്ഷൻ എടുക്കും. നിർമ്മാതാവായ സാന്ദ്ര തോമസിന്റെ പ്രതികരണവും പരാതിയും വന്നിരിക്കുന്നത്. അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി നൽകിയതിന്റെ പേരിൽ തനിക്കെതിരെ നടപടികളെടുക്കുന്നു, ഈ സംഘടനയിൽ നിന്ന് പുറത്താക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരസ്യമായി ഭീഷണിപ്പെടുത്തുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഭയമുണ്ടായിരുന്നു. റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇവിടെ ഒന്നും സംഭവിക്കില്ല, പ്രത്യേകിച്ചൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അത്യാവശ്യം രാഷ്ട്രീയ പരീക്ഷയൊക്കെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്നുമുണ്ട് എന്നതാണ് സ്ഥിതി. അപ്പോൾ പ്രതികാര നടപടികൾ ഇനിയും പലർക്കുമെതിരെ ഉണ്ടായേക്കാം എന്ന ആശങ്ക കൂടിയാണ് അവർ പങ്കുവയ്ക്കുന്നത്.